ഇതാ ബെറ്റർ. എന്താ ഇനി എന്നെ ഓർക്കാതിരിക്കാതാ നല്ലത്. നിനക്ക് ഇത്ര എളുപ്പമാണ് എന്നെ മറക്കാൻ? ഞാൻ എന്തിനാ മറക്കണേ? പിന്നെ അതവിടെ ഇരിക്കട്ടെ, ഒരു കോർണറിൽ. പിന്നെ ഞാൻ എന്തിനാ മറക്കണേ? യു ആർ ഡിസ്ട്രോയിങ് യുവർ സെൽഫ് വിവി. എനിക്കതിന് റീസൺ ആവാൻ പറ്റില്ല. അതല്ലേ നല്ലത്. നീ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ദിവസം കൊള്ളാം. കറക്റ്റ് മഴ. ബാക്കി ഏത് സബ്ജക്റ്റ് പാസ്സായാലും ഇത് എഴുതിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. നീ ഒറ്റൊരാൾ കാരണമാണ് ഞാൻ എൻ്റെ വൈവക്ക് പറ്റൂ. ഓ, പഠിപ്പിച്ചതും പോരാ കുറ്റവും കേൾക്കണല്ലേ? ഇതല്ലേ ഹൈഡ്രോളിക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 6 മാസം ലാബിൽ വന്നിരുന്നപ്പോൾ നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു? നിന്നെ ശരിക്കും 6 മാസം എന്നുള്ള കണക്ക് തന്നെ തെറ്റാ. കഷ്ടിച്ചൊരു 4 മാസം ക്ലാസ് ഉണ്ടാവും. നിങ്ങളെങ്ങനെ ഇൻക്യുബേറ്ററിലിട്ട് വിരിക്കുന്നത് എന്തിനാന്ന് ആർക്കറിയാം? ശരിയല്ലേ? ഇന്ന് രാവിലെ എന്തോ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തല്ലോ. എന്തായിരുന്നു? അതൊന്നുമില്ല. പറ. എനിക്ക് പണ്ടയച്ചൊരു ഹൈക്കു കവിത ഞാൻ നിനക്ക് തിരിച്ചയച്ച. ഏത്? I wish you held on to me like I held on to hope. Like I held on to hope. എന്തൊക്കെ പറഞ്ഞാലും നീ അവനെ കെട്ടരുത്. എന്തേ കെട്ടരുത്? ഈ കോളേജിൽ ആരും കെട്ടരുത്. വേറെ ആരാണ് കെട്ടിക്കൂ. ഒന്ന് പോയേ. This day will never happen again. ഇന്നലെ പോവാൻ നേരത്തെ എല്ലാവരും നല്ല ഇമോഷണൽ ആയിരുന്നു. ഞാൻ കുറേ നേരം നിന്റെ സീറ്റിൽ വന്നിരുന്നു. എത്ര നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമല്ലേ? ശരിയാ. ഇവിടെ വെച്ചല്ലേ ബ്രേക്കപ്പ് ആയേ. നീ എന്തിനാ എന്നെ വേണ്ടാന്ന് വെച്ച്? ഞാൻ പറഞ്ഞല്ലോ വിവി, 4th ഇയർ ആയപ്പോഴേക്കും നിന്റെ കോൾസും കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണ്ടായി. സത്യം പറ, ചിലപ്പോൾ അതറിഞ്ഞ് എനിക്ക് എന്നെ മറക്കാൻ പറ്റും. പറഞ്ഞോ, കുഴപ്പമില്ല. നിന്റെ ടെമ്പർ. നിനക്ക് ദേഷ്യം വരാതിരിക്കാൻ ട്രൈ ചെയ്ത് എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നോട്ട് പ്രാക്ടിക്കൽ. അതൊക്കെ എവിടെയാ വരുന്നുണ്ടോ? ആ, മഴയത്ത് പെട്ടു. ഇനി ലേറ്റ് ആവോ? ഇല്ല, ഇറങ്ങാണ്. ശരി വാ. പോവാം. പോവാം. ഇന്ന് സൂസൻ മാമിനെ കാണാൻ പോയപ്പോൾ മാമിൻ്റെ അവിടുത്തെ ലാസ്റ്റ് ഡേ കഥ പറയായിരുന്നു. എനിക്ക് അവരെ കണ്ണെടുത്ത് കണ്ടുകൂടാ. അതാ മാം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ജൂനിയർ ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അന്ന് ടൗണിലെ ലെറ്റർ ബോക്സ് ഉള്ളൂ. അതാണോ? അതാ കഥ എന്താന്ന് വെച്ചാൽ മാം അത് പോസ്റ്റ് ചെയ്യാൻ മറന്നു.
പിന്നെ 10-15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് കാണണേ. അവരങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേക്ക് കത്ത് തുറന്ന് നോക്കിയപ്പോൾ ആ ജൂനിയർ പെൺകുട്ടി കാമുകന് വേണ്ടി എഴുതിയ കത്താ. ഒരാഴ്ചക്കുള്ളിൽ ഒളിച്ചോടിയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്നും പറഞ്ഞു. മാം ആകെ ടെൻഷനായി ജൂനിയറിന്റെ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ചപ്പോൾ ആള് വേറെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാമുകൻ അന്നും എന്നും വടി. അതെന്താ ആ കാമുകനെ രക്ഷപ്പെട്ടൂടെ? അവരിപ്പോ ഈ കഥ നിന്നോട് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാണ് എൻ്റെ പ്രശ്നം. വരുന്നില്ലേ? I'll miss this place. അത് നിങ്ങൾക്കൊക്കെ. എനിക്കൊരു രീതിയിലും ഒരു പ്ലസന്റ് മെമ്മറി ഇല്ലാത്ത സ്ഥലം ഇത്. നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. 4 വർഷം മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? എന്താ? നിനക്ക് ഇഷ്ടമുള്ളതേ നീ ചെയ്യുള്ളൂ. കുന്താണ്. ഞാനിവിടുന്ന് പോയാൽ എനിക്കിഷ്ടമുള്ള ലൈഫൊന്നും ആയിരിക്കില്ല ജീവിക്കാം. ഐ എം ഷുവർ. നിനക്ക് ആദ്യം ലിറ്ററേച്ചർ പഠിക്കണമെന്നും ടീച്ചറാവണമെന്നൊക്കെ ആയിരുന്നില്ലേ? ഇപ്പം കരക്കൂറിൽ M.Tech. അതുപോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പോവാം. ഇവിടെ വന്ന എല്ലാവരുടെയും സ്റ്റോറി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്റ്റിൽ വിൽ ഓൾ റിമെമ്പർ ദിസ് പ്ലേസ്. അപ്പം ശരി. പുതുതാരങ്ങൾ വിട ചൊല്ലാതെ മറന്നെങ്ങുമായുന്ന കുറിമാനങ്ങൾ മനമേകാ. നിങ്ങളിത് എവിടെ പോയി കിടക്കുകയായിരുന്നു? വെറുതെ നടന്നു. ഇനിയില്ല ഈ വഴി തിരികെ യാത്രയാ. ഇനി എന്നും ഈ വഴി. വാടാ വായിരിക്കെ. ഈ വഴിക്ക് കാണാനില്ലല്ലോ. എടാ മറ്റന്മാര് പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോടാ? ഏയ് പിന്നെ പോലീസിന്റെ ഭാഗത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടും പോണ നല്ലതാണ്. അവിടെ വെച്ച് തന്നെ പിന്നെയും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരത്ര ശരിപ്പുള്ളികളൊന്നല്ല. ഹലോ. എടാ നീ വരുന്നുണ്ട്, നാളെ എത്തണം. മറ്റന്നാൾ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങും. എടാ സാറിൻ്റെ കൈയും കാലും പിടിച്ചാൽ ഇങ്ങനെ ചാൻസ്. എന്നിട്ടിപ്പോൾ നിനക്കെന്തിനാ കേടാ? എടാ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറ. എടാ ഞാൻ പിന്നെ വിളിക്കാം. എടാ വരുന്നുണ്ട്, നാളെ വൈകിട്ട് നീ കൂർഗിലെത്തണം. ഇല്ല പിന്നെ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. ആ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. പോയിട്ട് വരാം. ആ